വാതകങ്ങൾ, അഗ്നി, വ്യക്തിത്വങ്ങൾ എന്നിവയുടെ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായി സ്വയമുരുകാൻ വിധിക്കപ്പെട്ട മെഴുകുതിരി സ്വയം ഉരുകി തന്റെ ചുറ്റുപാടിന് പ്രകാശം പകുത്തു പകർന്നു നൽകുന്നത് ത്യാഗത്തിന്റെ ഉദാത്തമായ മാതൃകയാണെങ്കിൽ, പ്രകൃതിയുടെ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ തിരികെ തന്റെ കേന്ദ്രത്തിലേക്കുള്ള മടക്കയാത്രക്കായുള്ള സമ്മർദ്ദത്തിനാൽ സ്വയം ഉരുകി കത്തിച്ചാമ്പലായി ഒടുങ്ങിത്തീരുമ്പോഴും മഹനീയവും മഹത്തരവുമായ ജീവന്റെ സുപ്രധാന ധാതുഘടകങ്ങളായ കാർബണും ഇരുമ്പും നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഭൂമിക്ക് പകുത്തു പകർന്നു നൽകുന്നത് മഹത്തായ ത്യാഗത്തിന്റെ ഉദാത്തമായ മാതൃകയാണെങ്കിൽ, ആത്യന്തികമായ മരണമെന്ന അന്ത്യയാത്രയുടെ സമ്മർദ്ദങ്ങളുടെ അനന്തരഫലമായി പ്രായമായി ഒടുങ്ങിത്തീരേണ്ടവരാണെങ്കിലും മഹനീയവും മഹത്തരവുമായ സ്നേഹത്തിന്റെയും സ്നേഹാനുഭൂതിയുടെയും ഭാവത്തിലുള്ള മനുഷ്യ മാനസിക വൈകാരിക വികാരങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടെങ്കിലും തന്റെ വ്യക്തി താല്പര്യങ്ങളും തന്റെ വ്യക്തിഷ്ടാനിഷ്ടങ്ങളും തന്റെ പരിഗണനകളും എല്ലാം പരിപൂർണമായി തന്റെ ബോധ്യങ്ങളോടെ മനഃപൂർവ്വം മറന്നുകൊണ്ട് തന്റെ അമൂല്യമായ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നത് അതിശ്രേഷ്ഠ മൂല്യാധിഷ്ഠിതമായ ആത്മത്യാഗത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ആത്മത്യാഗത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 100 വർഷക്കാലം താൻ കാത്തിരുന്ന് കനിഞ്ഞനുഗ്രഹിച്ച് കിട്ടിയ തന്റെ ഏകനായ ആദ്യത്തെ കൺമണിയെ തന്റെ പരിഗണനകളോ തന്റെ ഇഷ്ടാനിഷ്ടങ്ങളോ തന്റെ സന്തോഷങ്ങളോ പരിഗണിക്കാതെ തന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കായി ബലി നൽകാൻ തയ്യാറായ ആത്മത്യാഗത്തിന്റെ ഉദാത്ത മാതൃകയായ മനുഷ്യനായ മഹാനായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും അനശ്വരമായ സ്മരണകൾ ഉയർത്തി വന്നെത്തിയ ഈ ബലിപെരുന്നാൾ ദിനങ്ങളിൽ ഏവർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. നാം ഓർക്കേണ്ടത് ത്യാഗം പുണ്യമാണ്. മഹാത്യാഗം പുണ്യപരിപാവനമാണ്. ആത്മത്യാഗം പവിത്ര പുണ്യത്യാഗമാണ്. നേരും നിറയും സമന്വയിക്കപ്പെട്ട ത്യാഗവും മഹാത്യാഗവും ആത്മത്യാഗവും മഹനീയ മഹത്തരമായ പരമപവിത്രമായ പുണ്യപരിപാവനമായ കർമ്മവുമാണ്.